പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ലോകം അതിസങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, ദൈവനാമത്തിൽ അറിയപ്പെടുന്ന ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നാം ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം, അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു. ഇവിടെ സങ്കീർത്തകൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇന്ന് ലോകം മുഴുവനും മാരകമായ രോഗങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മരണവും മരണഭയവുമായി ഇനി എന്ത് എന്ന് ചിന്തിച്ച് മാനസികമായി, ശാരീരികമായി തകർന്ന്, സാമ്പത്തികമായി എല്ലാ മേഖലയിലും ജീവിതം ഒരു കഷ്ടതയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നത്, ഒരു വ്യക്തി ആ വ്യക്തിയുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആ ദൈവം അവരെ വിടുവിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഓരോ ദേശമായി, രാജ്യമായി മരണഭീതിയിലും രോഗത്തിലും കഷ്ടതയിലുമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതയുണ്ടെങ്കിലും അതിൽ നിന്നൊരു വിടുതൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനങ്ങൾ പറയുന്നത്, അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കഷ്ടത ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ, ജീവിതത്തിലുണ്ടെന്ന സഹനങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തെ മറന്ന്, ദൈവ വഴിയിൽ നിന്ന്, ദൈവ സാന്നിധ്യം വിട്ട് നാം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവം ഒരുക്കുന്ന, ദൈവം അനുവദിക്കുന്ന ഒന്നാണ് കഷ്ടത. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് നാം തിരിച്ചറിയണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ പത്രോസ് ലേഖനം 1 പത്രോസ് 3 വാക്യം, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്ന്. ഇവിടെ പരിശുദ്ധനായ പത്രോസ് ലീഹ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് എന്നത് ദൈവഹിതമെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകൾ, സഹനങ്ങൾ ഉണ്ടാകാം. ഇന്ന് നാം അനുഭവിക്കുന്ന സഹനങ്ങൾ, കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തലമുടി നാരിഴ നിലത്ത് വീഴുന്നു പോലും ആ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി നാരിഴ നിലത്ത് വീഴും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ദൈവം അത് അറിയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതമാണ്. നന്മയായാലും തിന്മയായാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സഹനങ്ങൾ, കഷ്ടതകൾ വന്നാലും ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ജീവിതത്തിൽ ഒരു കഷ്ടതയും ഒരു സഹനവും ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. കാരണം വചനം പറയുകയാണ്, സഹനം അല്ലെങ്കിൽ കഷ്ടത എന്ന് പറയുന്നത് ദൈവഹിതമാണ്. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കഷ്ടത കടന്നു വരികയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ച, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എന്തെങ്കിലും സഹനങ്ങൾ, കഷ്ടതകളുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വിടുതലുണ്ട്. എങ്ങനെയാണ്? കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ,
ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഞെരുക്കങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്, വിടുതലുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് കഷ്ടതയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കുന്നത് കഷ്ടതയിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്കാണ്, നിലവിളിക്കാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം അവർ എത്രമാത്രം വേദന അനുഭവിച്ചോ, കഷ്ടത അനുഭവിച്ചോ, ആ സമയമെല്ലാം ദൈവം അവരുടെ കണ്ണുനീര് കണ്ടു, അവരുടെ വേദന കണ്ടു, അവർക്ക് ദൈവം മറുപടി നൽകി. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഹോരേബ് മലയിൽ മുൾപ്പടർപ്പിൽ ദൈവം വെളിപ്പെട്ടപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടം ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാനവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അനേക വർഷങ്ങളായി കഷ്ടതയുടെ മധ്യത്തിൽ നിലവിളിക്കുന്ന ദൈവജനത്തിൻ്റെ നിലവിളി ദൈവം കണ്ടു, ദൈവം കേട്ടു എന്ന് ദൈവം സാക്ഷ്യം പറയുക. അപ്പോൾ എവിടെയാണ്, എങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നത്? ദൈവം ഏത് പ്രാർത്ഥന മധ്യത്തിലാണ് വെളിപ്പെടുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുത്തുന്നത് ചോദിച്ചാൽ, എവിടെയാണോ കഷ്ടത, എവിടെയാണോ സഹനം, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. അവിടെ ദൈവം ഇറങ്ങി വരും. ഇവിടെ മോശയോട് പറയുകയാണ്, ഞാൻ അവളുടെ കണ്ണുനീര് കണ്ടു, ഞാൻ അവളുടെ നിലവിളി കേട്ടു എന്ന് ദൈവം സാക്ഷ്യം പറയുക. അനേക വർഷങ്ങളായ അടിമത്വത്തിൽ കിടന്ന്, അതായത് തൻ്റെ മേൽവിചാരകന്മാർ മൂലമുള്ള അവരുടെ അതികഠിനമായ പീഡനം മൂലം വേദന അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ നിലവിളി ദൈവം കേൾക്കുകയാണ്, ദൈവം കാണുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വേഗത്തിൽ ഉത്തരം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുന്ന നിമിഷമാണ് കഷ്ടതയിൽ, സഹനങ്ങളിൽ നാം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം രീതിയിൽ ദുരിതങ്ങളും വേദനകളും കഷ്ടത അനുഭവിക്കുന്നുണ്ടോ, അവിടെ നിന്ന് ദൈവത്തോട് നിലവിളി ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിലേക്കൊരു നിലവിളി ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ദൈവം ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സഹനങ്ങളെ ഓർത്ത്, കഷ്ടതയെ ഓർത്ത് പെറുപെറുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും ദുഃഖവും രോഗവും കണ്ണുനീരും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? അല്ലെങ്കിൽ എൻ്റെ കഷ്ടത ദൈവം എന്തുകൊണ്ട് കാണുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വേദന ദൈവം കാണുന്നില്ല? എൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നില്ല? ചിലർ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കും, ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തിന് കാതില്ലേ? എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര്, എൻ്റെ നിലവിളി ദൈവം കാണുന്നില്ല, ദൈവം കേൾക്കുന്നില്ല? ഇവിടെ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇസ്രായേൽ ജനം കഷ്ടത അനുഭവിച്ചപ്പോൾ ഒരു ജനം ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അവരുടെ കണ്ണുനീര് ദൈവം കണ്ടു, അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരെ വിടിവിക്കുക. ഇന്ന് രോഗത്തിലായിരിക്കുന്ന, രോഗത്തിൻ്റെ ഭയത്തിലായിരിക്കുന്ന, മരണത്തെ മുഖാമുഖം കാണുന്ന, മരണഭയത്തിലായിരിക്കുന്ന, ഒരുപക്ഷെ ഇനി എന്ത്, നാളെ എന്ത് എന്ന് ചിന്തിച്ചാകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സഹനത്തിൻ്റെ മധ്യത്തിൽ, ഈ രോഗത്തിൻ്റെ മധ്യത്തിൽ, ഈ കഷ്ടതയുടെ മധ്യത്തിൽ, ഈ ദാരിദ്ര്യത്തിൻ്റെ കണ്ണുനീരത്തിൻ്റെ മധ്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, ആ സഹനത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന്
വിടുവിക്കുമെന്ന് ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹനങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുവാൻ, കഷ്ടത അനുഗ്രഹമാക്കി മാറ്റുവാൻ, ഈ കഷ്ടതയിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരമുണ്ട്. കാരണം സഹനം എന്ന് പറയുന്നത്, ജീവിതത്തിൽ കഷ്ടത ഞെരുക്കമെന്ന് പറയുന്നത് ദൈവം അറിയാതെയല്ല. ദൈവം അറിഞ്ഞ് ദൈവം അനുവദിച്ചതാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരനുഗ്രഹമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്ന ദൈവഹിതമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. 2 തീമോഥെയോസ് 3-12 എന്നാൽ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച്, യേശു എൻ്റെ കർത്താവാണ്, ദൈവമാണ്, യേശുവല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല, ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന് ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഒരു പോരാട്ടമുണ്ട്. കാരണം നമ്മുടെ ശത്രു മനുഷ്യനല്ല, നാം ദൃശ്യമായി കാണുന്ന വ്യക്തികളല്ല നമ്മുടെ ശത്രു, അദൃശ്യനായൊരു ശത്രു നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പോരാട്ടമുണ്ട്. ലോകത്തിൻ്റെ ശത്രു ആരെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിൻ്റെ ശത്രു ആരെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, അത് പ്രതിയോഗിയായ പിശാചാണ്. ഒരു മനുഷ്യൻ്റെ ശത്രു പിശാചാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം പിശാച് നൽകുന്നതാണ്, പിശാച് അനുവദിക്കുന്നതാണ് എന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കുകയില്ല. ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. കാരണം ഈ സഹനത്തിൻ്റെ പിന്നിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ട്, ഒരു കയറ്റം കയറിയാൽ പിന്നെ ഒരു ഇറക്കമുണ്ട്, ഒരു ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ, സഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരനുഗ്രഹമുണ്ട്. അപ്പോൾ ദൈവം എന്തിനാണ് ഈ സഹനം അല്ലെങ്കിൽ കഷ്ടത അനുവദിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിപരമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. തിമോഥെയോസിനോട് പൗലോസ്ലീഹ എഴുതുകയാണ്, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം കഷ്ടതയുണ്ട്, ഉപദ്രവമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും പത്രോസ്ലീഹ 1 പത്രോസ് 2-ാം അതിൻ്റെ 19-ാം വാക്യത്തിൽ, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അത് അനുഗ്രഹമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധത്തോടെ, ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയും ഉണ്ടാകില്ല, ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പ്രസാദമാണ്, ഇത് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്, ദൈവം ക്രൂരനാണ്, ദൈവം എന്നെ നശിപ്പിക്കാൻ വേണ്ടി, എൻ്റെ നാശത്തിന് വേണ്ടിയാണിത്, എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടതകളും നൽകിയിരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് തീരാവേദനയാണ്, ഇത് ദുഃഖമാണ്. ജീവിതകാലം മുഴുവൻ നിരാശയുടെ വക്കിൽ ജീവിക്കുവാൻ മാത്രമേ ആ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നാം ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാകില്ലെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ നാം ഏറ്റുപറയണം, ഈ സഹനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, ഇതിനപ്പുറം ഒരു അനുഗ്രഹമുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ ഇത് നമുക്ക് അനുഗ്രഹമായി തീരുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 1-ാം അതിൻ്റെ 29-ാം വാക്യം, അത് ദൈവം വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചതാണ്. വീണ്ടും
വചനം പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പം കഷ്ടത ഒരു വരമാണ്, സഹനം ഒരു വരമാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ സഹനം ദൈവത്തോട് ചോദിച്ചു വാങ്ങുമായിരുന്നു. എന്തിനാണ് അവർ സഹനം ചോദിച്ചു വാങ്ങിയത്? ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുവാൻ അവർ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങുമായിരുന്നു. അതൊരു കൃപയാണ്, ഒരു വരമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു കൃപയാണ് തന്നോടുകൂടെ കഷ്ടത അനുഭവിക്കാൻ. യേശു ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടത അനുഭവിക്കാൻ, കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട്, കർത്താവിൻ്റെ കഷ്ടതയോട് ചേർന്ന് നമുക്കും കഷ്ടം അനുഭവിക്കാൻ ദൈവം ഒരു വരം നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളാവുകയാണ് ചെയ്തത്. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായി. യോഹന്നാൻ ശ്ലീഹ സ്വാഭാവിക മരണമാണ് സ്വീകരിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ സഹനങ്ങളും കഷ്ടത അനുഭവിച്ച ഒരു ശിഷ്യനായിരുന്നു വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കാൻ ദൈവം വരം നൽകിയിട്ടുണ്ട്. അപ്പോൾ കഷ്ടത ഒരു ശാപമായി, ജീവിതത്തിൽ കഷ്ടത വരുന്നത് അത് ഒരു ശാപമായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, ഇതൊരു വരമാണ്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും അനുഭവിച്ചൊരു വ്യക്തി രോഗക്കിടക്കിൽ കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് അതൊരു അനുഗ്രഹമാണ്. പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം സന്ധ്യാ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സഹനം അനുഭവിച്ച് രോഗത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആ വേദനയിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവ സാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുക. അങ്ങനൊരു ശാരീരികമായ മരണം ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ കാണുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പെട്ടെന്നുള്ള മരണത്തേക്കാൾ നല്ലതാണ് സഹനം അനുഭവിച്ചുള്ള മരണമെന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ പൂർവികർ അത് കാണിച്ചു തന്നു. കർത്താവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് മരണം പ്രാപിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അപ്പോൾ ഇതൊരു കൃപയാണ്, വരമാണ്. ജീവിതത്തിൽ കഷ്ടത, സഹനം അതൊരു അനുഗ്രഹമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാൻ? ക്രിസ്തുവിനെ പ്രതി, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി കഷ്ടതയും ഉപദ്രവവും സഹനങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു ഭാഗ്യവാനാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്. ഇന്ന് ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധമായ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ, ധ്യാനകേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ ദൈവവിശ്വാസികൾക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അവസരമില്ലാതായപ്പോൾ പലരും ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തി. ഇവർ വിളിച്ച് പ്രാർത്ഥിച്ച ദൈവം എവിടെ? ഇവരുടെ ദൈവം എവിടെ പോയി? പലപ്പോഴും പലരും കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, കളിയാക്കി, നിന്ദിച്ചു, പരിഹസിച്ചു. എന്നാൽ നാം തിരിച്ചറിയുക, ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ കർത്താവ് ഈ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്
ഈ പരശുശ്രൂഷ പൂർത്തീകരിച്ചത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു അവൻ നീതിമാനായ ദൈവമായിരുന്നിട്ട് പോലും അവനെ കുറ്റപ്പെടുത്തി അവൻ ദൈവത്തിനെതിരായി ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ തക്കവണ്ണം അത്രമാത്രം വേദനയും പീഡനവും യേശു അനുഭവിച്ചുവെങ്കിൽ, ഇതാ കർത്താവിനെ പ്രതി നിന്ദയും പരിഹാസവും പഴികളും ഏൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെങ്കിൽ ഭയപ്പെടുകയും കലങ്ങിയുമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ഇത് ഇന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രത്യാശയുടെ വചനമാണ്. നീതി നിമിത്തം കഷ്ടത അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടത നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടോ നാം ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ടാണോ നമുക്കൊന്നും അറിയില്ല. എങ്കിലും കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിനെ പ്രതി ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ കഷ്ടത നിങ്ങൾക്ക് ഭാഗ്യമാണ്. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടുകയും കുലുങ്ങിയുമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി ശുദ്ധീകരിപ്പിൻ. ഇത് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കാനും ഹൃദയത്തെ വിശുദ്ധീകരിക്കാനും ദൈവം അനുവദിച്ച ഒരവസരമായി നാം കാണണം. ഇന്ന് ഈ പ്രതിസന്ധിയിൽ, പ്രതികൂലങ്ങളിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ, യേശുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കാനുള്ള ഒരു അവസരമായി ദൈവം ഒരുക്കുന്നൊരവസരമാണ്. അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ ദൈവത്തോടെടുക്കുക, ഹൃദയം കൂടുതൽ യേശുക്രിസ്തുവിനായി കഴുകി ശുദ്ധീകരിക്കുക, യേശുവിനെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി ആരാധിക്കുക. നമുക്കറിയാം, ആദിമസഭയിൽ എവിടെയെല്ലാം സഹനങ്ങൾ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുന്നൊരു ജനമുണ്ടായിരുന്നു. ഇന്നും എവിടെയെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ജനത്തെ അടിച്ചമർത്തുന്നു, അവിടെയെല്ലാം അനേകം ആളുകൾ ഹൃദയത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. പരസ്യമായി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കാത്ത ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ അനുവദിക്കാത്ത ദേശങ്ങൾ, രാജ്യങ്ങളിൽ, ഒരു ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിക്കാൻ പോലും അനുവാദമില്ലാത്ത രാജ്യങ്ങളിൽ അനേകം പേര് ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ അനേകം പേർക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ സഹനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും യേശുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുവാനും ദൈവം നൽകുന്ന ഒരു അവസരമായി നാം ഇതിനെ കാണുന്നുവെങ്കിൽ ഇത് നമുക്ക് ഭാഗ്യമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, കർത്താവിനെ പ്രതി, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർക്ക് നിന്ദയും പരിഹാസവും ഉപദ്രവവും ഉണ്ട് എന്ന് തൻ്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യസ് 6-4 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നത് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവാജ്യ സ്നേഹം, സത്യവചനം, ദൈവശക്തി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. ദൈവം വിളിച്ച് വേർതിരിച്ച, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതെല്ലാം ഉണ്ടാകും. എങ്കിലും അവിടെയെല്ലാം ഇതാ ദൈവം കൂടെയിരിക്കുന്ന, ദൈവം വഴി നടത്തുന്ന ഒരനുഭവം ആ ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തികൾക്ക് ദൈവം നൽകുകയാണ്. നമുക്കറിയാം,
പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ മിഷണറി യാത്ര ഓരോ സ്ഥലങ്ങളിലും പീഡനങ്ങളും പരിഹാസങ്ങളും ബുദ്ധിമുട്ടും ഉറക്കളപ്പും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് തടവിലായി, ശിക്ഷിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, എല്ലാം ദൈവത്തിന് മഹത്വത്തിനായി സമർപ്പിക്കുവാൻ, കാരാഗ്രഹത്തിൽ കിടന്നുപോലും നിങ്ങൾ സന്തോഷിപ്പിനെന്ന് ജനത്തോട് വിളിച്ചു പറയുവാൻ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചു. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങൾ, കഷ്ടതകൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുവാൻ, ആനന്ദം അനുഭവിക്കുവാൻ, യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ആരാധിക്കുവാൻ, പൂജിക്കുവാൻ, യേശുവിനായി നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ, ഈ സഹനങ്ങൾ, ഈ കഷ്ടതകൾ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുവാൻ, ആ വലിയ പ്രത്യാശയോടെ സഹനങ്ങളെ, കഷ്ടതകളെ അതിജീവിച്ച് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ, ഒരു പ്രത്യാശയുള്ള ജീവൻ നയിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവം, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ഞങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ് അവിടെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു കർത്താവേ. ഇന്ന് ലോകം മുഴുവൻ സഹനത്തിൻ്റെ മധ്യത്തിലൂടെ, വേദന മധ്യത്തിലൂടെ, രോഗത്തിൻ്റെ മധ്യത്തിലൂടെ, മരണഭയത്തിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ നീ ഇറങ്ങി വന്ന്, ഞങ്ങളുടെ കണ്ണുനീര് കണ്ട്, ഞങ്ങളുടെ വേദന കണ്ട്, ഞങ്ങളുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇപ്പോൾ രോഗത്തിലും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗക്കിടക്കിൽ രോഗികളായി കിടക്കുന്ന, ആശുപത്രി കിടക്കിൽ രോഗികളായി കിടക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ എന്തെന്ന് ഓർത്ത് ആകുലപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത കർത്താവേ. എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് നല്ല ചെയ്ത കർത്താവേ. ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഈ സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കുവാൻ, കർത്താവെ അങ്ങേ കർത്താവും ദൈവമായ ഹൃദയത്തിൽ പൂജിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങൾക്കൊരുക്കുന്ന ഒരവസരമായി നീ അവസരം ഒരുക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗത്തിലും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും, പ്രത്യേകമായി രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.